സഞ്ജു ടെക്കിനെ കുറിച്ച് ആദ്യം ഞാൻ രണ്ട് വർത്താനം പറഞ്ഞോട്ടെ. സഞ്ജു ടെക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൽ അപ്പിട്ടിട്ട് അത് വാരി തിന്നുന്ന ഒരാളാണോ എനിക്കറിയില്ല. ഇനി രണ്ടാമത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന് ഈ കിടക്കുന്ന ബെഡുണ്ടല്ലോ അതിൽ പോയി അപ്പിയിട്ട് മേഗി കളിക്കുന്ന ആളാണോ എന്നുള്ളത് എനിക്കറിയാം. ഏതായാലും നമ്മുടെ RDOന്റെ ഏമ്മമാരൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തു ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് കിടക്കാൻ മതി. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ച യൂട്യൂബർ സഞ്ജു TSന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിയേക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഓടുന്ന കാറിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂള് ഒരുക്കി കുളിച്ച സഞ്ജു ടെക്കി ഇവനെന്താണ്ട തൂറാൻ കക്കൂസില്ലാതെ ഈ പ്ലേറ്റിൽ, അതാ പറഞ്ഞ പ്ലേറ്റിലും ഈ കിടന്നുറങ്ങുന്ന ബെഡിലൊക്കെ അപ്പിട്ട് വെക്കുന്ന സാധനമായിരിക്കും ഇവൻ. അതല്ലാതെ ഈ കാറിലൊക്കെ ഇങ്ങനെ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉണ്ടാക്കിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ഈ ചെങ്ങായി എന്ത് പൊളപ്പനാണ്, ഇത് എന്ത് തരം ഉഡാസാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തുടർച്ചയായ നിയമലംഘനങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും നടപടി. ഇന്ന് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപാകെ ഹാജരായ സഞ്ജു TSഉം മറ്റു 2 സുഹൃത്തുക്കളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിർബന്ധിത സേവനം ആരംഭിച്ചു. ഇതിന് മുമ്പ് കൊടുത്ത വാണിംഗ് ആണ്, അതായത് നിർബന്ധിത സേവനങ്ങൾ മെഡിക്കൽ കോളേജിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ബാത്റൂം കഴുകുക, ആ രോഗികൾക്ക് വേണ്ട പരിപാലനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അങ്ങനെ സാധനങ്ങളൊക്കെ മുമ്പ് കൊടുത്തിട്ടുണ്ടേനു. പക്ഷെ ഇപ്പൊ കഥ മാറിയിരിക്കുന്നത്, അതായത് ലൈസൻസ് ആജീവനാന്തമായിട്ട് റദ്ദാക്കലേക്ക് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. സമയപരിധിയുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ നടത്തിയ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല, നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശത്തോടു കൂടിയുള്ള കത്ത് യൂട്യൂബ് അധികാരികൾക്ക് നൽകാൻ തീരുമാനിച്ചു. അത് ഇന്ന് തന്നെ യൂട്യൂബിന് നൽകുന്നതാണ്. അയ്യോ, യൂട്യൂബിന്റെ എന്താ പറയാ ഈ മേധാവികൾക്കൊക്കെ ആലപ്പുഴ എന്താ പറയാ ഈ RTOന്റെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ കത്തയച്ചിട്ടുണ്ട് അത്രേ. ഒന്ന് സാറേ വേണ്ട, അത് ഇപ്പൊ വാണിംഗ് നിങ്ങളെ പരിമിതികളും പരിധികളും ഒക്കെ ഉണ്ടാവും വാണിംഗ് എന്നുള്ള നിലയ്ക്ക്. കാരണം പ്രത്യേകിച്ചിട്ടും ഇങ്ങനത്തെ പൊളപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഉഡാസുകൾക്ക് പ്രത്യേകിച്ചിട്ടും അങ്ങനെ ആണല്ലോ. അത് ഇതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കഴപ്പ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, വെറും പൊളപ്പാണ് ഇവന്റേതൊക്കെ. അപ്പം ഈ ആജീവനാന്തമായിട്ട് ഈ ഒരു ഇതിലേക്കൊക്കെ നീങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എനിക്കറിയില്ല. കാരണം ചിലപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. കാരണം കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും പൈസ ഒക്കെ കിട്ടി തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ക്രിമി കടി, അത് അതിനൊക്കെ ഇതുപോലുള്ള മരുന്ന് അത്യാവശ്യമാണ്. യൂട്യൂബർ സഞ്ജു TSനെതിരെ കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നു എന്ന വാർത്ത. ലൈസൻസ് എന്നേക്കുമായി റദ്ദാക്കിയേക്കും. ഇന്ന് ആലപ്പുഴ RTOയ്ക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് സഞ്ജു TSനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനീഷ് മഹിബാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. ടെക്കി ഏതായാലും കടുത്ത നടപടിയാണ്. ഈ ആജീവനാന്തമായിട്ടും ഈ ലൈസൻസ് റദ്ദാക്കുമ്പം ഇയാൾക്കത് വലിയ ക്ഷീണം ചെയ്യും. അപ്പൊ ഇതുപോലുള്ള കയപ്പ് കാണിച്ചു കൂട്ടുമ്പോ ആരും ചോദിക്കാനും പറയാനും ഇല്ല. എനിക്കൊരു യൂട്യൂബ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് കുറെ വരുമാനം കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് എന്ത് വേണേലും ചെയ്യാലോ, എത്ര കാറുകൾ വേണമെങ്കിലും മേടിച്ചു കൂട്ടാലും, എനിക്ക് എന്ത് പരിപാടിയും ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഇട്ട് കെട്ടിങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവിച്ചു കഴിഞ്ഞാലും മരിച്ചാൽ ആരും ചോദിക്കില്ലോ എന്നൊക്കെ തോന്നുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കൂട്ടുമ്പം ഇങ്ങനത്തെ മരുന്ന് അത്യാവശ്യം തന്നെയാണ്. അതിലൊന്നും പറയാനില്ല, നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആജീവനാന്തം എന്നൊക്കെ പറയുമ്പം അയാള് ലൈസൻസ് ഒക്കെ അയാളെ കയ്യിൽ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ കുറെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അയാള്. ഇന്ത്യ ഒറ്റയ്ക്ക്, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല. അപ്പൊ റഷ്യനും ചൈനയും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ചെറുതാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഇനി ഈ വാഴക്ക് സ്വയം ഒരു വണ്ടിയൊക്കെ ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പൊളപ്പൻ ഉഡാസ് ചെയ്യുക എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും കിട്ടുന്നതൊക്കെ മേടിച്ചാണ്ട് വെക്കുക, അതാണല്ലോ ശരിക്കും ഈ കർമ്മ എന്നൊക്കെ പറയുന്ന സാധനം അല്ലെ.